ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ചിത്രം ഒരു വ്യത്യസ്തമായ കഥയുള്ളതാണ്. ഈ ഒരു സിനിമ വേണേൽ ഹൊറർ ഫിലിം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ത്രില്ലർ എന്ന് പറയാം. ഈ സിനിമയുടെ കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കിയാൽ, ഒരു 5 കൂട്ടുകാർ ചേർന്ന് കാട്ടിനുള്ളിൽ ട്രക്കിങ്ങിന് പോകുന്നു. അങ്ങനെ കാട്ടിനുള്ളിൽ ഇരിക്കുമ്പോൾ വ്യത്യസ്തമായ, അതായത് മനുഷ്യനാണോ മൃഗമാണോ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ജന്തു അവരെ അറ്റാക്ക് ചെയ്യുന്നു. എത്ര പേർ ആ മോൺസ്റ്ററിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു, ആരാണ് ഇതിന്റെ പുറകിൽ എന്നൊക്കെ വളരെ ത്രില്ലിംഗ് ആയി പറഞ്ഞു തരുന്ന ഒരു കഥയാണ് 2020 റിലീസായ നോബഡി സ്ലീപ്സ് ഇൻ ദ വുഡ്സ് ടുനൈറ്റ് എന്ന സിനിമ. അപ്പോ നമുക്ക് കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു പോസ്റ്റ്മാനെ കാണിക്കുന്നു. കാടിന് നടുവിൽ ഒറ്റയായി ഒരു വീടിരിക്കുന്നു. ആ വീട്ടിലേക്കാണ് പുള്ളി പോസ്റ്റ് കൊടുക്കാനായി പോകുന്നത്. കഥകിൽ മുട്ടി നോക്കുന്നു, വിളിച്ചു നോക്കുന്നു, പക്ഷെ ഒരു റിപ്ലൈയും വീടിനുള്ളിൽ നിന്നും കിട്ടിയില്ല. അടുത്ത സീനിൽ വീടിനകം കാണിക്കുകയാണ്. അവിടെ ഒരു സ്ത്രീ വീട് ഫുള്ളും ചോരയായിരിക്കുന്നതൊക്കെ തുടച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് ചുമരിൽ ഒരു ട്വിൻസിന്റെ ഫോട്ടോയും കാണിക്കുന്നു. ഉള്ളിൽ ഒരു മ്യൂസിക് പ്ലേ ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പോസ്റ്റ്മാൻ പുറത്തുനിന്ന് വിളിക്കുന്നത് ആ സ്ത്രീ കേൾക്കുന്നുണ്ടായിരുന്നില്ല. കുറെ നേരം വിളിച്ചു നോക്കിയിട്ടും ഒരു റിപ്ലൈയും കിട്ടാത്തത് കൊണ്ട് പോസ്റ്റ്മാൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോൾ ആ വീടിന്റെ സൈഡിലുള്ള ബേസ്മെന്റിൽ നിന്നും ഒരു അനക്കം അയാൾ കേൾക്കുന്നു. അത് കേട്ട് ആ ബേസ്മെന്റിന്റെ അരികിലേക്ക് അയാൾ പോയി ആ ബേസ്മെന്റ് തുറന്നു നോക്കുമ്പോൾ പെട്ടെന്ന് എന്തോ കണ്ട് ഭയങ്കരമായി പേടിച്ച പോലെ അയാൾ തിരിഞ്ഞോടാൻ ശ്രമിക്കുന്നു. ആരോ ആ ബേസ്മെന്റിനുള്ളിലേക്ക് പോസ്റ്റ്മാനെ വലിച്ചകത്തേക്ക് ഇടുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ സീൻ അവിടെ കട്ടായതിനു ശേഷം അടുത്ത സീനിൽ കാണിക്കുന്നത് ആ ഒരു ഇൻസിഡന്റ് നടന്നതിന് ശേഷം, അതായത് 30ഓളം വർഷത്തിന് ശേഷമായിട്ടാണ് കാണിക്കുന്നത്. ഒരു 50ഓളം കുട്ടികൾ ഒരു ബസ്സിൽ അവിടേക്ക് ട്രക്കിങ്ങിന് വരികയാണ്. അങ്ങനെ ആ ട്രക്കിങ്ങിന്റെ ക്യാമ്പ് ലീഡർ ആ സ്റ്റുഡൻസിനൊക്കെ ഒരു ഇൻട്രോ സ്പീച്ച് കൊടുക്കുന്നു. നിങ്ങളുടെ ഫോൺ, ലാപ്ടോപ്പ് അഡിക്ഷൻ ഒക്കെ മാറ്റി കുറച്ചു ദിവസം ഈ പ്രകൃതി ആസ്വദിക്കാനാണ് നമ്മൾ വന്നത്. അതുകൊണ്ട് തന്നെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എല്ലാവരും അവരവരുടെ ഫോണും ലാപ്ടോപ്പും ഒക്കെ കളക്ട് ചെയ്ത് എനിക്ക് തരണം. അടുത്ത സീനിൽ കാടിനുള്ളിലെ ആ പഴയ വീടിലെ അത് പിന്നെയും കാണിക്കുന്നു. അവിടെയുള്ള സ്ത്രീ ഒരു പന്നിയെ കൊന്ന് അതിനെ ബേസ്മെന്റിന്റെ കതക് തുറന്ന് അകത്തിടാൻ ശ്രമിക്കുന്നു. പക്ഷേ അവർക്ക് ഒരുപാട് പ്രായമായതിനാൽ ഒരുപാട് പ്രയാസപ്പെട്ടാണ് അകത്തിടാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ അകത്തിടാൻ ശ്രമിക്കുന്ന സമയത്ത് അവരും അതിലേക്ക് അറിയാതെ വീണു പോകുന്നു. ഇപ്പോഴാണ് ആ പോസ്റ്റ്മാനെ അറ്റാക്ക് ചെയ്ത മോൺസ്റ്ററിനെ കാണിക്കുന്നത്. കാണാൻ തന്നെ നികൃഷ്ടമായ, പേടിപ്പെടുത്തുന്ന ഒരു രൂപം. ആ മോൺസ്റ്റർ വന്ന സ്ത്രീയെ അടിച്ചു കൊല്ലുന്നു. അങ്ങനെ ആ സീനും കട്ടാകുന്നു. അടുത്ത സീനിൽ നമ്മുടെ സിനിമയുടെ നായികയാണ് കാണിക്കുന്നത്. അവൾ എപ്പോഴും ഒരു ശോകം ക്യാരക്ടറാണ്. ആരോടും അധികം സംസാരിക്കാറില്ല. ആ ട്രക്കിംഗ് സ്ഥലത്തേക്ക് അപ്പോൾ തന്നെ ഒരു പള്ളിയിലച്ചൻ വന്ന് അവിടെ പ്രാർത്ഥനയൊക്കെ നടത്തി എല്ലാരെയും ട്രക്കിങ്ങിനായി പറഞ്ഞു വിടുന്നു. എങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ 50 പേരെയും 5 ഗ്രൂപ്പായി സ്പ്ലിറ്റ് ചെയ്താണ് പറഞ്ഞു വിടുന്നത്. എവിടെ വേണോ പോകാം, ഒരു 2-3 ദിവസം നല്ലപോലെ എൻജോയ് ചെയ്യണം. ഇങ്ങനെ നമ്മുടെ നായികയുടെ ഗ്രൂപ്പിൽ നോക്കിയാൽ 2 പെൺകുട്ടികളും 3 ആൺകുട്ടികളുമാണ് ഉള്ളത്, കൂടാതെ ഒരു ഗ്രൂപ്പ് ലീഡറും. അങ്ങനെ ഇവർ കാട്ടിനുള്ളിലേക്ക് നടന്നു നീങ്ങുകയായിരുന്നു. ഇടയ്ക്ക് വെച്ച് ആ 2 പയ്യന്മാർ തമ്മിൽ ഇടയ്ക്കൊരു കശവിശയുണ്ടായി. അതിലൊരുത്തിന് പരിക്ക് പറ്റുകയും ചെയ്യുന്നു. അങ്ങനെ അവന്റെ കാലിൽ മരുന്ന് വെച്ച് കൊടുക്കുന്ന സമയത്ത് അവരുടെ ഒരു സൈഡിൽ ഒരു മാൻ ചത്ത് കിടക്കുന്നത് അവർ കാണും. അതിന്റെ ശരീരം ആകെ എന്തോ അതിനെ ക്രൂരമായി ഉപദ്രവിച്ചു കൊന്ന പോലെ തോന്നുന്നു. അത് കണ്ടവർ നിലവിളിച്ച് പെട്ടെന്ന് തന്നെ പുറകിലേക്ക് മാറും. ആ സമയം തന്നെ നമ്മുടെ നായികയുടെ പുറകിൽ എന്തോ സൗണ്ട് കേൾക്കുന്നതായി അവൾക്ക് തോന്നും. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കൈ മാത്രം ഒരു മരത്തിന്റെ പുറകിൽ കാണുന്നു. അത് ഉടനെ തന്നെ മറഞ്ഞു പോവുകയും ചെയ്യുന്നു. അന്ന് നൈറ്റ് അവർക്ക് ടെന്റ് കെട്ടി അവിടെ സ്റ്റേ ചെയ്ത് തന്നെ ആകണം. അങ്ങനെ അവർ ടെന്റൊക്കെ സെറ്റാക്കി പരസ്പരം സംസാരിച്ചിരിക്കുമ്പോൾ ഗ്യാങ് ലീഡർ പറയും, എല്ലാവരും അവരവരുടെ ജീവിതകഥ ഷെയർ ചെയ്യും. അപ്പോൾ തന്നെ ഒരുത്തൻ പറയും, ഞാനൊരു യൂട്യൂബ് ചാനൽ വച്ചിരുന്നു. അതിന് അത്യാവശ്യം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിന് വളരെ അഡിക്റ്റായി. സ്കൂളിലും ക്ലാസ്സിലും ഒന്നും നേരെ പോകാറുണ്ടായിരുന്നില്ല. അത് കാരണമാണ് എന്റെ പാരന്റ്സ് ഈ ട്രിപ്പിന് എന്നെ പറഞ്ഞു വിടുന്നത്. ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് സൈഡിൽ എന്തോ സൗണ്ട് കേൾക്കുന്നു. എന്താണെന്ന് നോക്കുമ്പോൾ ഏതോ ഒരു മൃഗം പെട്ടെന്ന് തന്നെ ഓടിപ്പോകുന്നു. ഇവരുടെ ടെന്റിന് കുറച്ചപ്പുറം ഒരു നദി ഉണ്ടായിരുന്നു. അവിടെ ഒരു പയ്യൻ സിഗരറ്റ് വലിച്ചിരിക്കുന്നു. അയാളുടെ അടുത്തേക്ക് ഒരു പെണ്ണ് വന്ന് ആ സിഗരറ്റ് ഷെയർ ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇപ്പോ ആ പയ്യൻ അവന്റെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന, അതായത് അവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടും കൊടുക്കാതിരുന്ന ഒരു ഫോൺ അവൻ എടുത്ത് ഉപയോഗിക്കുന്നു. ആ ഫോണൊക്കെ നോക്കിയിരിക്കുന്ന സമയത്ത് നമ്മുടെ മോൺസ്റ്റർ അവിടേക്ക് വന്ന് അവനെ ഒരു ചാക്കിലാക്കി ഒരു മരത്തിൽ മാറി മാറി അടിക്കുന്നു. അന്ന് രാത്രി നായിക ഒരു സ്വപ്നം കാണുകയാണ്. അതായത് അവളുടെ ഫാമിലി കാറിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ അവർ സെൽഫി എടുക്കുന്ന സമയത്ത് ഒരു ട്രക്കിൽ ഇടിച്ച് ആക്സിഡന്റ് ആകുന്നു. അതുകൊണ്ട് തന്നെ ആ ഫാമിലിയിലെ എല്ലാവരും ആ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു പോകുന്നു. പക്ഷെ നമ്മുടെ നായിക മാത്രം രക്ഷപ്പെടുന്നു. ഈ സ്വപ്നം കണ്ട് അവൾ പെട്ടെന്ന് ചാടി എഴുതുന്നു.
പക്ഷേ ഇതൊന്നും വെറും സ്വപ്നമല്ല, ഇതാണ് സത്യം എന്നുള്ള രീതിയിലാണ് നായിക അത് ഓർത്ത് സങ്കടപ്പെടുന്നത്. പിറ്റേ ദിവസം ആ ഗ്യാങ്ങിലെ ഒരാൾ മിസ്സിംഗ് ആണെന്ന് അവർ തിരിച്ചറിയുകയും അങ്ങനെ അവനെ സെർച്ച് ചെയ്ത് നടക്കാൻ തുടങ്ങുമ്പോൾ ആകെ കിട്ടുന്നത് അവൻ ഉപയോഗിച്ചിരുന്ന സിഗരറ്റിന്റെ തുണ്ട് മാത്രമാണ്. എന്തായാലും ഇവിടെ അടുത്ത് തന്നെ കാണുമെന്ന് പറഞ്ഞ് നായികയും ഗ്യാങ് ലീഡറും കൂടെ ഒരു പയ്യനും കൂടി അവനെ അന്വേഷിച്ചിറങ്ങുന്നു. അങ്ങനെ അവർ അന്വേഷിച്ച് നമ്മുടെ കാട്ടിലുള്ളിലെ ആ മോൺസ്റ്ററിന്റെ വീടില്ലേ അവിടെ എത്തുകയാണ്. വിളിച്ചു നോക്കുന്നു, തട്ടി നോക്കുന്നു, ഒരു റിപ്ലൈയും ഇല്ല. അങ്ങനെ അവർ ആ വീടിനുള്ളിൽ കയറി ഓരോ റൂമായി നോക്കുന്നു. അപ്പോൾ ബേസ്മെന്റിലേക്കുള്ള വഴി കണ്ട് താഴേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അസഹനീയമായ ഒരു സ്മെല്ല് അവർക്ക് ഫീൽ ആവുന്നത് കണ്ട് എന്താണെന്ന് നോക്കുമ്പോൾ അടുത്ത് തന്നെ ആ പയ്യനെ അതിക്രൂരമായി കൊന്നിട്ടിരിക്കുന്നത് അവർ കാണും. ഇത് കണ്ടവർ പേടിച്ച് തിരിഞ്ഞു പോകാൻ നോക്കുമ്പോൾ തന്നെ ആ മോൺസ്റ്റർ വീട്ടിലേക്ക് വരാൻ തുടങ്ങുകയായിരുന്നു. പെട്ടെന്ന് അവർ ഒരു സ്ഥലത്തേക്ക് ഒളിച്ചിരിക്കും. ആ മോൺസ്റ്റർ അടുത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഗ്യാങ് ലീഡർ പറയും, നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോയിക്കോളൂ. കറക്റ്റായി രണ്ടുപേരും പുറത്തെത്തിയതും ഗ്യാങ് ലീഡറിന്റെ അടുത്തേക്ക് മോൺസ്റ്റർ എത്തുക കഴിഞ്ഞു. ഇപ്പോഴാണ് ആ മോൺസ്റ്ററിനെ നമുക്ക് കുറച്ചുകൂടെ ആ റിയൽ രൂപം എന്താണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ശരീരമാസകലം കുമിളകൾ പോലെ വന്ന് വികൃതമായ ഒരു രൂപം. ആ ലീഡറിനെ പിടിച്ച് മോൺസ്റ്റർ തലമുടിയിൽ തൂക്കിയെടുത്ത് തറയിൽ അടിച്ച് പുറത്തേക്ക് ഒരൊറ്റ ഏറി. വെളിയിലേക്ക് ലീഡറിന്റെ തല മാത്രം ഉരുണ്ടു വീഴുന്നു. ഇത് കണ്ടതും നായികയും ആ പയ്യനും ഭയങ്കരമായിട്ട് പേടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ഇതൊന്നും അറിയാതെ ആ ഗ്യാങ്ങിലെ ബാക്കിയുള്ള രണ്ടുപേരില്ലേ, ഒരു പയ്യനും ഒരു പെൺകുട്ടിയും, അവർ ആ നദിയുടെ കരയിൽ നിന്ന് സംസാരിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടേക്ക് വേറൊരു മോൺസ്റ്റർ വന്ന് ആ പെണ്ണിന്റെ തലയിൽ ഒരു കമ്പി കുത്തി ഇറക്കുന്നു. ഇത് കണ്ട പയ്യൻ പേടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ആ മോൺസ്റ്ററും പതുക്കെ അവനെ ഫോളോ ചെയ്തു പോകുന്നു. അവൻ ഓടി അവിടെയുള്ള ചർച്ചിലെത്തുന്നു. അവിടെ തുടക്കത്തിൽ പ്രാർത്ഥനയൊക്കെ നടത്തിയ പള്ളിയിലച്ചനില്ലേ, അയാൾ അവിടെ ഉണ്ടായിരുന്നു. ഈ പയ്യൻ അയാളോട് നടന്നതൊക്കെ പറയുന്നു. പക്ഷെ അയാൾ ഇതൊന്നും വിശ്വസനീയമല്ല എന്നും പറഞ്ഞ് അവനെ പിടിച്ചു കെട്ടിയിടുന്നു. ഇങ്ങനെയുള്ളവനൊന്നും പുറത്തിറങ്ങി നടക്കുന്നതേ നാടിന് ദോഷമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പുറത്ത് എന്തോ ഒരു ശബ്ദം കേട്ട് ഈ പള്ളിയിലച്ചൻ പുറത്തേക്ക് പോകുന്നു. നോക്കുമ്പോ എന്താ, നമ്മുടെ മോൺസ്റ്റർ. ആ മോൺസ്റ്റർ ആ പള്ളിയിലച്ചനെ പിടിച്ച് വലിച്ച് അടുത്തുണ്ടായിരുന്ന ഒരു ഗ്രൈൻഡിങ് മെഷീനിലിട്ട് പീസ് ആക്കി മാറ്റുന്നു. ഈ ഗ്യാപ്പിൽ നമ്മുടെ പള്ളിയിൽ കെട്ടിയിട്ടിരുന്ന പയ്യനില്ലേ, അവൻ കഷ്ടപ്പെട്ട് കെട്ടൊക്കെ അഴിച്ച് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ബോക്സിൽ കയറി ഒളിക്കുകയാണ്. അങ്ങനെ ആ സീൻ അവിടെ കട്ടാകുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായികയും കൂടെയുള്ള ആ പയ്യനും ഇല്ലേ, അവരെയാണ് കാണിക്കുന്നത്. അവർ ഓടി ഒരു വീട്ടിൽ ചെന്ന് കയറുന്നു. ആ വീട്ടിൽ ആരാണെന്ന് നോക്കിയാൽ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മൾ ഒരു പോസ്റ്റ്മാനെ കണ്ടില്ലേ, അയാളാണ് അവിടെ ഉണ്ടായിരുന്നത്. അയാളോട് നമ്മുടെ നായിക നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു പറയുന്നു. അയാൾ ഇതെല്ലാം തനിക്കും അറിയാമെന്നും ആ വീട്ടിനുള്ളിൽ ആരാണുള്ളതെന്നും പറഞ്ഞ് ഒരു കഥ പറയാൻ തുടങ്ങുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു സ്ത്രീയും അവർക്ക് 2 ട്വിൻസ് മക്കളും ഉണ്ടായിരുന്നു. ഒരു ദിവസം ആകാശത്ത് ഉൽക്ക പോലെ എന്തോ പൊട്ടി താഴേക്ക് വീഴുകയാണ്. അത് എന്താണെന്ന് നോക്കാൻ ഈ ട്വിൻസ് അങ്ങോട്ടേക്ക് പോകുന്നു. അവിടെ പോയി നോക്കുമ്പോൾ ഡിഫറെന്റ് ആയിട്ട് ഒരു കല്ല് കിടക്കുന്നത് കണ്ട് അവർ അത് എടുത്ത് വീട്ടിൽ കൊണ്ടുവരികയാണ്. ഉറങ്ങാൻ നേരം ബെഡിന്റെ അടിയിൽ വെച്ചിട്ട് ഉറങ്ങും. പക്ഷെ ഇതൊന്നും അവരുടെ അമ്മ അറിയുന്നുണ്ടായിരുന്നില്ല. അന്ന് രാത്രി ആ കല്ലിൽ നിന്നും എന്തോ ഒരു ദ്രാവകം പുറത്തേക്ക് വരുന്നു. അത് ആ കുട്ടികളുടെ ശരീരത്തിലേക്കായി. അതാണ് ഒരു അലർജി പോലെ അവരുടെ രൂപം തന്നെ മാറ്റിമറിച്ചത്. അതിനുശേഷം ആ 2 കുട്ടികളും വ്യത്യസ്തമായി മാറാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. ഇതൊന്നും അറിയാതെ അവരുടെ അമ്മ പിറ്റേന്ന് രാവിലെ തന്റെ മക്കളെ ഉണർത്താൻ വരുമ്പോൾ ആ 2 കുട്ടികളും അവരുടെ നായയെ കൊന്ന് ബേസ്മെന്റിൽ ഇരുന്ന് ഭക്ഷിക്കുന്നതായി കാണുന്നു. ഇത് കണ്ട് വിറങ്ങലിച്ചു പോയ ആ അമ്മ അപ്പോൾ തന്നെ ആ കുട്ടികളെ ബേസ്മെന്റിൽ ഇട്ട് പൂട്ടുന്നു. സ്വന്തം മക്കളായി പോയതുകൊണ്ട് കൊല്ലാനും കഴിയില്ല, പുറത്ത് ആരോടും പറയാനും വയ്യാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ ആ അമ്മ ആ കുട്ടികൾ കൂടുതൽ വയലന്റ് ആകാതിരിക്കാൻ കാട്ടുമൃഗങ്ങളെ വേട്ടയാടി തന്റെ മക്കൾക്ക് ഭക്ഷിക്കാൻ ഇട്ടുകൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം അവരും ബേസ്മെന്റിൽ ഉള്ളിലേക്ക് വീണുപോകുന്ന സീനാണ് നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കാണുന്നത്. ഇങ്ങനെ ആ കഥയെല്ലാം പോസ്റ്റ്മാൻ നായികയോടും പയ്യനോടും വിവരിക്കുന്നു. ഇത് കേട്ട് നായികയും പയ്യനും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടും എന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. എന്നാൽ നായികയും പയ്യനും ആ മരിച്ച പയ്യന്റെ ഫോൺ തിരിച്ചെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള പ്ലാൻ ആയിരുന്നു ഇട്ടത്. അതുകൊണ്ട് തന്നെ അവർ തിരിച്ച് പിന്നെയും മോൺസ്റ്ററിന്റെ വീട്ടിലേക്ക് പോകുന്നു. നായിക ആ പയ്യന്റെ കയ്യിൽ ഒരു കത്തി കൊടുത്തിട്ട്, നീ പുറത്ത് നിൽക്കി, ഞാൻ അകത്ത് പോയി അവന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കാമെന്നും പറഞ്ഞ് ആ ബേസ്മെന്റിലേക്ക് പോകുന്നു. എങ്ങനെയൊക്കെ അവൾ ആ ഫോൺ എടുക്കുന്നു. പക്ഷേ ആ ഫോൺ പൊട്ടിപ്പോയിരുന്നു. ഈ സമയത്ത് തന്നെ നമ്മുടെ ആ മോൺസ്റ്റർ നായികയെ പിടിക്കുന്നു. പക്ഷെ നായികയെ കണ്ടതും ആ മോൺസ്റ്റർ അവളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു സമയം കൊണ്ട് തന്നെ പുറത്തു നിന്ന പയ്യനില്ലേ, അവൻ പുറകിലൂടെ വന്ന് ആ മോൺസ്റ്ററിനെ ഭയങ്കരമായിട്ട് കുത്തുന്നു. പക്ഷെ അതിനൊരു പോറൽ പോലും ഏറ്റില്ല. മോൺസ്റ്റർ തിരിഞ്ഞ് ആ പയ്യന്റെ കയ്യിൽ നിന്ന് കത്തി പിടിച്ചു വാങ്ങി പയ്യനെ കുത്തുന്നു. അങ്ങനെ നായികയും പയ്യനെയും ബേസ്മെന്റിൽ ഇട്ട് പൂട്ടിയിട്ട് മോൺസ്റ്റർ പോവുകയാണ്. നായിക ഈ സമയം കൊണ്ട് തന്നെ അറിയാതെ ഉറങ്ങിപ്പോകുന്നു. പിന്നെയും അവൾ ഒരു സ്വപ്നം കാണുന്നു. അതായത് ആക്സിഡന്റിൽ അവളുടെ അമ്മയും അച്ഛനും തീ പിടിച്ചു മരിക്കുകയാണ്. അവൾ അത് കണ്ട് അലറി കരയുന്നു. പെട്ടെന്ന് തന്നെ അവൾ ഞെട്ടി ഉണർന്നു നോക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന പയ്യൻ തന്റെ പ്രാണന് വേണ്ടി കിടന്ന് കരയുന്നതായിട്ടാണ് കാണുന്നത്. ആ കത്തി വലിച്ചൂരി തന്നെ ഒന്ന് മരിക്കാൻ അനുവദിക്കൂ എന്ന് അവൻ അവളോട് കരഞ്ഞു പറയുന്നു. നായികയും വേറെ വഴിയില്ലാത്തത് കൊണ്ട് ആ കത്തി വലിച്ചൂരുകയും പയ്യൻ അവിടെ തന്നെ മരിച്ചു പോവുകയും ചെയ്യുന്നു. എങ്ങനെയെങ്കിലും അവൾ
അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവൾ നോക്കുമ്പോഴാണ് നമ്മുടെ മോൺസ്റ്റർ അവിടെ ഒരു സൈഡിൽ കിടന്നുറങ്ങുകയാണ്. ഇത് കണ്ട് പതുക്കെ അവിടെ കിടന്ന ഒരു കമ്പി എടുത്ത് ആ ഉറങ്ങിക്കിടന്ന മോൺസ്റ്ററിന്റെ നായിക ആറഞ്ചും പുറഞ്ചും കുത്തി കൊല്ലുകയാണ്. ആ സീൻ അവിടെ കട്ടാവുന്നതായിട്ടാണ് കാണിക്കുന്നത്. അടുത്ത സീനിൽ നമ്മുടെ പോസ്റ്റ്മാനെ കാണിക്കുന്നു. അയാളുടെ വീട്ടിലേക്ക് മോൺസ്റ്റർ വരുന്ന പോലെ അയാൾക്ക് തോന്നുന്നു. വാതിൽ തുറക്കാൻ പുറത്തു നിന്ന് ആരോ ശ്രമിക്കുന്നുണ്ടെന്ന് കണ്ട പോസ്റ്റ്മാൻ തന്റെ തോക്കെടുത്ത് 3 വെടി വെച്ച് എന്നിട്ട് പോയി വാതിൽ തുറന്നു നോക്കുമ്പോൾ ആരാ, നമ്മുടെ പള്ളിയിൽ ഒളിച്ചിരുന്നില്ലേ ഒരു പയ്യൻ, അവനായിരുന്നു. അവൻ അവിടെ തന്നെ മരിച്ചു വീഴുന്നു. അങ്ങനെ ആ സീനും അവിടെ കട്ടാകുകയാണ്. പിന്നീട് കാണിക്കുന്നത് കാട്ടുവഴിയിൽ ഒരു പോലീസ് കാർ കാണിക്കുന്നു. നമ്മുടെ നായിക ഓടി ആ കാറിനടുത്ത് വന്ന് രക്ഷിക്കാൻ പറയുകയും അങ്ങനെ അവളെ സമാധാനിപ്പിച്ച് നമ്മുടെ പോലീസ് ഓഫീസറും അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. കുറച്ചു നേരം കഴിയുന്നതും വഴിയിൽ രണ്ടാമത്തെ മോൺസ്റ്റർ വന്ന് നിൽക്കുന്നു. ഇത് കണ്ട് പോലീസ് ഓഫീസർ പറയും, ഇതൊന്നും നീ കണ്ട് പേടിക്കണ്ട, ഞാൻ ഡീൽ ചെയ്തോളാന്നും പറഞ്ഞ് കാറിൽ നിന്ന് പുറത്തിറങ്ങും. ഇത് കണ്ട ഉടൻ നായിക പോകല്ലേ, ആ ജന്തുവാണ് എന്നെ കൊല്ലാൻ ഓടിച്ചത് എന്നും പറഞ്ഞ് കാറിലിരുന്ന് അലറി വിളിക്കുന്നു. എന്നിട്ടും അതൊന്നും കേൾക്കാതെ അയാൾ മോൺസ്റ്ററിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്താ വേണ്ടേ എന്ന് ചോദിച്ചതേ ഉള്ളൂ. ആ മോൺസ്റ്റർ കയ്യിലിരുന്ന ഒരു കോടാലി എടുത്ത് ഒരൊറ്റ വെട്ട് ഓഫീസർ 2ആയി കീറി താഴെ വീണു. നായിക ആ കാറിൽ ലോക്കാക്കിയിട്ടാണ് ഓഫീസർ പോയത്. അതുകൊണ്ട് തന്നെ അവൾ ചില്ല് പൊട്ടിച്ച് ആ കാറിൽ നിന്നും ഇറങ്ങി ഡ്രൈവർ സീറ്റിൽ വന്ന് കാർ ഹൈ സ്പീഡിൽ ഓട്ടിച്ച് ആ മോൺസ്റ്ററിന്റെ ദേഹത്തേക്ക് കയറ്റിയിറക്കുന്നു. പോരാത്തതിന് പിന്നെയും റിവേഴ്സ് എടുത്ത് പിന്നെയും ദേഹത്തുകൂടി കയറ്റി ഇറക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഹൈ സ്പീഡിൽ രക്ഷപ്പെട്ടു പോകുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് 2 പേർ ആ കാട്ടുപാതയിലൂടെ നടന്നു പോവുകയാണ്. മോൺസ്റ്റർ റോഡിൽ കിടക്കുന്നത് കണ്ട് എന്താണ് സംഭവം എന്ന് നോക്കാൻ അതിന്റെ അടുത്തേക്ക് പോകുന്നതും ആ മോൺസ്റ്റർ ചാടി എഴുന്നേൽക്കുന്നു. അങ്ങനെ ആ സീൻ അവിടെ കട്ടാവും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നായിക കമ്പി കൊണ്ട് കുത്തിയ ഒരു മോൺസ്റ്റർ ഇല്ലേ, ആ മോൺസ്റ്ററും അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെയും ഒരു സസ്പെൻസ് ബാക്കി വെച്ച് സിനിമ അവിടെ അവസാനിക്കുന്നു. അപ്പോൾ എല്ലാ ചങ്ങായിമാർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു സിനിമയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ